യെസ് കമ്മിങ്. നിങ്ങൾ MBA കോഴ്സിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടല്ലേ? വരിയിരിക്കും. അതല്ല സാർ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്? സാർ, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും മുമ്പ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചും പറയാം. സാർ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നല്ല ധൈര്യമുണ്ടാകും. ആരോടും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം. സാർ, ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് വീട്ടിൽ പോകണമെന്നില്ല, എവിടെ വേണമെങ്കിലും കിടക്കാം. അത് സാധാരണ വെള്ളം അടിക്കുന്നവരല്ലേ അങ്ങനെയൊക്കെ കിടക്കുന്നത്. സാർ, അസൂയുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ പറയും. ആട്ടെ, നിങ്ങൾ ഏതുവരെ പഠിച്ചു? സ്കൂളിൽ മിക്കവാറും പോകാറുണ്ട് സാർ, പക്ഷെ പഠിക്കാനല്ല. പക്ഷെ കുട്ടികൾ ഞങ്ങളുടെ ഭയങ്കര കൂട്ടുകാരോട്ടോ, അവർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. സാർ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നമ്മുടെ കരൾ, കിഡ്നി, ഹൃദയം, ശ്വാസകോശം ഒക്കെ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് കിട്ടും സാർ. ഉദാഹരണമായിട്ട് ഇതാ കരളിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണ്. എന്നാൽ നോക്കൂ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ അത് ഇതുപോലെ തീരും സാർ. രണ്ടാമതായി ഇതാണ് സാർ ഹൃദയത്തിൻ്റെ ശരിയായ ഫോട്ടോ. പക്ഷെ നോക്കൂ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ഇതുപോലെയാവും സാർ. ഇതാണ് ശ്വാസകോശം. നോക്കൂ, ഇതിനെ ഇതുപോലെയാക്കി മാറ്റാം സാർ. സാർ, പ്രൊഡക്റ്റ് എടുക്കട്ടെ സാർ? ഓക്കെ, ഏകദേശം പിടികിട്ടി തുടങ്ങി. കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ സാർ. കോടികളുടെ ബിസിനസ്സാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രൊഡക്റ്റ് എത്ര തുച്ഛം, ഗുണം എത്ര മെച്ചം. നിന്നെ കാണുമ്പോഴേ പരമ പുച്ഛം. സാർ, കുടിക്കാൻ എന്തെങ്കിലും തരാമോ? ഒരു മിനിറ്റ്. ഹലോ, അതെ, അത്യാവശ്യമായിട്ട് ഇവിടേക്കൊരു വെട്ടുകത്തി വേണമായിരുന്നേ. ഓ, കരിക്ക് വെട്ടി തരാനായിരിക്കും ഈ സാറിൻ്റെ ഒരു കാര്യം. നിങ്ങളുടെ കോഴ്സ് ഏതാന്ന് പറഞ്ഞേ? MBA അല്ലേ? അല്ല സാർ, അതുപോലെയുള്ളൊരു പേരാ, MDMA. ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് സാർ. ബീഡി, സിഗരറ്റ്, മദ്യം, പുകയില, കഞ്ചാവ്, അങ്ങനെ ഒരുപാടുണ്ട് സാർ. തൻ്റെ പേര്? എൻ്റെ പേര് ലഹരി. സാർ, നീ ഇത് കണ്ടോ? നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ? ഞങ്ങളുടെ കുട്ടികൾ നിനക്കെതിരെ പോരാടാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കും. ഇത് കണ്ടു നോക്കും. വിപത്തായ മദ്യവും മയക്കുമരുന്നും പാൻ മസാലകളും പുകവലിയും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും എന്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും. നിങ്ങൾ ഒരുമിച്ച് ലഹരിക്കെതിരെ തീരുമാനമെടുത്താൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല സാർ. നീ ഇത് കണ്ടല്ലോ, എഴുന്നേക്കാൻ നേരെ വന്നു പോകരുത് കേട്ടല്ലോ. വേണ്ട സാർ, ഇപ്പൊ പോളാം.